കൊല്ലം ജില്ലയിൽ അങ്ങനെ താമര വിരിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ 2 തവണയും 2ാം സ്ഥാനത്ത് എത്തിയതാണ്. ഇത്തവണ ചാത്തന്നൂരിൽ വിജയിച്ചിരിക്കുകയാണ് ബി ഗോപകുമാർ. അങ്ങനെ ചാത്തന്നൂർ മാറിയിരിക്കുകയാണ്. അതെ, ചാത്തന്നൂർ മാറ്റം ആഗ്രഹിച്ചു. ആ മാറ്റം പൂർണ്ണമായി ചാത്തന്നൂരിൽ നരേന്ദ്രമോദിയുടെ പ്രതിനിധി, BJPയുടെ പ്രതിനിധി, NDAയുടെ പ്രതിനിധി ചാത്തന്നൂരിൽ നിന്ന് നിയമസഭയിൽ ഉണ്ടാവണം എന്ന് ജനം ആഗ്രഹിച്ചു. ആ മാറ്റത്തിനാണ് ചാത്തന്നൂരും കൊല്ലവും തുടക്കം കുറിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 തവണയും 2ാം സ്ഥാനത്ത് എത്തിയതാണ്. ഇത് 3ാമത്തെ പോരാട്ടമായിരുന്നു. പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇറങ്ങിയത്. അതെ, പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. 21-ലും പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഒത്തുതീർപ്പ് രാഷ്ട്രീയം 2 മുന്നണികളെയും, അതാണ് അന്നത്തെ പരാജയത്തിൻ്റെ കാരണം. ഇപ്പോൾ അതിനെയും അതിജീവിക്കുവാൻ ബൂത്ത് തലത്തിൽ പ്രവർത്തനം നടത്തി സംഘപരിവാർ പ്രസ്ഥാനം പാർട്ടി, അതിൻ്റെ വിജയമാണ് നമ്മൾ കാണുന്നത്. ജനം അതിന് നൽകിയ പിന്തുണയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. ഏതൊക്കെ ഘടകങ്ങളാണ് ഇത്തവണ അനുകൂലമായി മാറിയതെന്ന് കരുതുന്നത്? നിരവധി ഘടകങ്ങൾ. മാറ്റം ആഗ്രഹിച്ചു. മോദിജിയുടെ പ്രതിനിധി വരണം. 2 തവണ മത്സരിച്ചു. ഇത്തവണ 1ാം സ്ഥാനത്തെത്തണം. സ്വന്തം നാട്ടുകാരനെ വിജയിപ്പിക്കണം. വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു മാറ്റം അനിവാര്യമാണ്. ഇതെല്ലാം ചേർന്നതാണ് ചാത്തന്നൂരിലെ വിജയം. ചരിത്ര വിജയം കൂടിയാണ്. വലിയൊരു ഉത്തരവാദിത്തമാണ്. ചാത്തന്നൂരെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ ഒരുപാട് പദ്ധതികളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവും ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. അതെ, ഒരുപാട് പദ്ധതികൾ. വലിയ മാറ്റമാണ്. ചെറിയ മാറ്റമല്ല ജനം നൽകിയത്. ജനം നൽകിയ പിന്തുണ ചെറുതല്ല ചാത്തന്നൂരിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ഈ വിജയം അവരോട് കടപ്പെട്ടിരിക്കുന്നു, അവർക്ക് സമർപ്പിച്ചിരിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്നും എപ്പോഴും ഉണ്ടാവും. ആ മാറ്റത്തിനാണ് ചാത്തന്നൂർ തുടക്കം കുറിക്കാൻ പോകുന്നത്. ചാത്തന്നൂരിൽ മാറാത്തത് ഇനി മാറും എന്നുള്ളത് തന്നെയാണ്. അതെ, ചാത്തന്നൂരിൽ മാറാത്തത് ഉറപ്പായും മാറും. പുതിയൊരു കാഴ്ചപ്പാടിലേക്ക് മാറും. എന്തായാലും ചാത്തന്നൂരിൽ താമര വിരിഞ്ഞിരിക്കുകയാണ്. വലിയ വിശ്വാസത്തോടെയാണ് അദ്ദേഹം മത്സരത്തെ നേരിട്ടത്. എന്തായാലും ആ ആത്മവിശ്വാസത്തിന് ഒരു തകർച്ചയും ഉണ്ടായില്ല. വലിയ ഭൂരിപക്ഷത്തോടെ വിജയം ചാത്തന്നൂരിൽ ഉറപ്പിക്കാൻ BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള ബി ഗോപകുമാറിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ക്യാമറമാൻ രാജ് കിരണിനൊപ്പം സൂര്യഗായത്രി, 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.